നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. 2025 എത്താറായി. എല്ലാവരും വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് 2025 കടക്കാൻ പോകുന്നത്. ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം തെറ്റായ ഒരു ലക്ഷ്യമാണെങ്കിൽ അതിന് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഉള്ളത്, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഗോള് അത് ശരിയോ തെറ്റോ, അതായത് തെറ്റായ ഗോളുകളുടെ 8 ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പലപ്പോഴും ലക്ഷ്യമാണ് എന്ന് കരുതി നമ്മളത് നടപ്പിലാക്കി കഴിയുമ്പോൾ നമുക്കതിൽ വിജയിച്ച ഒരു തോന്നലോ നമുക്കതിൽ സന്തോഷമോ ഉണ്ടാവുന്നില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യമാണോ അല്ലയോ എന്ന് സ്വയം പരിശോധിക്കുക. ഇവിടെ ഒരു ലക്ഷ്യം നമ്മൾ പ്രാപ്തമാക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു സക്സസ് ഉണ്ടാക്കി എന്ന ഫീലിങ്ങും സന്തോഷമൊക്കെയാണ്. എന്നാൽ അത് അച്ചീവ് ചെയ്യുമ്പോൾ അതൊന്നും തോന്നിയില്ലെങ്കിൽ അതായിരിക്കില്ല നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തെറ്റായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിന്റെ 8 ലക്ഷണങ്ങൾ എന്ന്. നമ്പർ 1, യു ഫീൽ അൺമോട്ടിവേറ്റഡ് ടു ടേക്ക് ആക്ഷൻ. കൃത്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് അത് വ്യക്തിപരമായ ഒരു ഗോളാണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും അതല്ല പ്രൊഫഷണൽ ആയിട്ടാണെങ്കിലും സോഷ്യൽ ആയിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കൃത്യമായി ഒരു ലക്ഷ്യം നിർണയിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ സ്വയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ഗോള് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനുവേണ്ടിയുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ചറിയുക നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിയായ ഗോളാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തി തന്റെ ഗോളിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം അറിയാതൊരു എക്സൈറ്റ്മെന്റും അദ്ദേഹം അറിയാതൊരു ഇൻസ്പിറേഷനും വരുന്നതാണ്. അത് വരുന്നില്ലെങ്കിൽ പരിശോധിക്കുക. നമ്പർ 2, യു ആർ പേഴ്സ്യൂയിങ് ടു പ്ലീസ് അതേഴ്സ്. മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില ഗോളുകളാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതും തീർച്ചയായും തെറ്റായ ഗോളുകൾ തന്നെയാണ്. കാരണം മുൻപോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നേടിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളുമായി കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളാവുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്നില്ല. ഒരു ഫാമിലിയുടെ പ്രഷർ കൊണ്ടോ അതല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അവർ പറഞ്ഞത് അനുസൃതമായ രീതിയിലാണ് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതും ആ ഗോള് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഗോള് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഭാവിയിൽ ഉണ്ടാക്കി തരണമെന്നില്ല. കാരണം നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് ആണ് ഉണ്ടാവേണ്ടത്. നമുക്കൊരു പൂർണ്ണത, നമുക്കൊരു സന്തോഷം, ഇതാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അച്ചീവ് ചെയ്തതിനു ശേഷം ഒരു എംപ്റ്റി ഫീലിംഗ്, ഒന്നുമില്ലായ്മയല്ല നമുക്കവിടെ ഫീൽ ചെയ്യേണ്ടത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് ഒരാൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ ഗോൾ പോലുമല്ല. അതുകൊണ്ട് നിങ്ങൾക്കത് പൂർണ്ണമായും ഒരു സക്സസ് ഫീലിങ്ങോ ഹാപ്പിനെസ്സോ ഒന്നും തരില്ല. അതുകൊണ്ട് പരിശോധിക്കുക, പുനർപരിശോധിക്കുക എൻ്റെ ഗോള് അങ്ങനെയാണോ എന്ന്. 3, ഇറ്റ് കോൺഫ്ലിക്ട്സ് വിത്ത് യുവർ വാല്യൂസ്. നമുക്ക് എല്ലാവർക്കും ചില വാല്യൂസ് ഉണ്ട്. നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചില ബിലീഫ്സ് ഉണ്ട്, ചില വിശ്വാസങ്ങളുണ്ട്, ചില വാല്യൂസ് ഉണ്ട്. ഈ ബിലീഫ്സ്, ഈ വാല്യൂസ് ഇതിനെതിരായി നിങ്ങൾ എത്ര ശക്തമായ ഗോൾ സെറ്റ് ചെയ്താലും നിങ്ങൾക്ക് സന്തോഷകരമായി അതിനുവേണ്ടി പണിയെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ ശരീരവും മനസ്സും ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗോള് നിങ്ങളുടെ വാല്യൂവിന് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കണം. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എനർജി ചാനലൈസിങ്, നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ ചാനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. 4, യു ആർ ഫോക്കസ്ഡ് ഓൺലി ഓൺ എക്സ്റ്റേണൽ റിവാർഡ്സ്. അതായത് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന വഴി കിട്ടുന്ന ഒരുപക്ഷെ പണമായിരിക്കാം, അല്ലെങ്കിൽ റെക്കഗ്നീഷനോ സ്റ്റാറ്റസോ, അങ്ങനെ പുറമേ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഗോൾ നിങ്ങൾക്കൊരു ഇമോഷണൽ ലെവലിൽ ഹാപ്പിനെസ്സോ ഒരു എക്സൈറ്റ്മെന്റോ ഒരു ഫുൾഫിൽമെന്റോ ഒന്നും തന്നെ തരികയില്ല. കാരണം ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്റേണൽ ലെവലിലും എക്സ്റ്റേണൽ ലെവലിലും ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് നമ്മളത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം തോന്നണം, പുറമേയും സന്തോഷം തോന്നണം. ഇത് രണ്ടും തോന്നുന്ന അവസ്ഥയിലായിരിക്കും നമുക്കൊരു ഫുൾഫിൽമെന്റ് ഫാക്ടർ ഉണ്ടാവുന്നത്. അപ്പൊ കേവലം പണം, കേവലം സ്റ്റാറ്റസ് ഇത് മാത്രമാണ് നമ്മൾ ഒരു ഗോളായി സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ശരിയായ ഒരു ഗോള് ആകണമെന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്ന ഇതെന്താ ഇങ്ങനെ പറയണമെന്ന്, പക്ഷേ ഇതൊരു ഫാക്റ്റ് ആണ്. അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടമായി ഒരു ഫുൾഫിൽമെന്റ് ആയി ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. 5, യു കീപ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ്. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ? മാറ്റി മാറ്റി വയ്ക്കുന്ന ഒരു പ്രോസസ് ആണ് പ്രൊക്രാസ്റ്റിനേഷൻ.
ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട കാര്യം നമ്മൾ മാറ്റി മാറ്റി വെക്കുവോ? നമ്മൾ മാറ്റി മാറ്റി വെക്കില്ല. അപ്പൊ നമ്മൾ ഗോളെന്ന് കരുതി സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മാറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം? ആ ഗോള് നമുക്ക് അത്ര കണ്ട് പ്രധാനപ്പെട്ട, അത്ര കണ്ട് പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമല്ല. അത്ര കണ്ട് പ്രയോറിറ്റി ഉള്ള, അത്ര കണ്ട് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ മാറ്റി വെക്കില്ല. അപ്പൊ മാറ്റി വെക്കുക എന്നത് തന്നെ ആ ഗോള് നമുക്ക് യഥാർത്ഥമായി നേടിയെടുക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന, നമുക്ക് ഫുൾഫിൽമെന്റ് തരുന്ന അത്തരത്തിലുള്ള ഒന്നായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് റെസണേറ്റ് ചെയ്യുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ഗോളാണ് കണ്ടെത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം മാറ്റി മാറ്റി വെക്കാതെ പെട്ടെന്ന്, അതായത് നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം, ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. 6, ഇറ്റ്സ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണ് എങ്കിലും ആ ഗോള് യഥാർത്ഥത്തിൽ സെറ്റ് ചെയ്യേണ്ടതല്ല. അൺറിയലിസ്റ്റിക് ആയ ഒരു ഗോളിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മളെ സമയം, നമ്മളെ എനർജി, നമ്മുടെ പണം, നമ്മുടെ കഷ്ടപ്പാട് ഇതെല്ലാം നമ്മൾ പുട്ടിയാണ്. പക്ഷെ അതൊരു അൺറിയലിസ്റ്റിക് ആയ കാര്യമാണെങ്കിൽ അത് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു പുതിയ ഭാഷ പഠിക്കണം, ആ ഭാഷ 1 മണിക്കൂർ കൊണ്ട് പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതൊരു പക്ഷെ അൺറിയലിസ്റ്റിക് ആയ ഒരു ഗോളായിരിക്കും. ഓരോ ഗോളും നേടിയെടുക്കാൻ അതിന് കൊടുക്കേണ്ട വില കൊടുക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യം നമ്മളിലേക്ക് വരും, നമ്മൾ ഡിസർവിങ് അല്ലെങ്കിൽ അർഹതയുള്ള വ്യക്തിയായി മാറുമ്പോഴായിരിക്കും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളും അതിന്റെ ഡെഡ് ലൈൻസും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് വേണം നമ്മൾ ഗോള് സെറ്റ് ചെയ്യാൻ. അതായത് നമ്മുടെ ഗോള് ടൈം ബൗണ്ട് ആയിരിക്കണം. അവിടെ നമ്മളൊരു കാര്യം ചെയ്യാണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ വരയ്ക്കുകയാണ്. അതും യഥാർത്ഥത്തിൽ നമ്മൾ ഗോൾ സെറ്റിംഗിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് തന്നെ അൺറിയലിസ്റ്റിക് ആയ ഒരു ഗോളാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതും റോങ് ഗോളാണ് എന്ന് തിരിച്ചറിയുക. അതിനെ റിയലിസ്റ്റിക് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് ആണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. 7, യു ഡോണ്ട് ഫീൽ എ സെൻസ് ഓഫ് പ്രോഗ്രസ്. നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്. നാച്ചുറലി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രോഗ്രസ് 1, 2, 3, 4 അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കണം. ഒരു പക്ഷേ ഇടയ്ക്ക് താഴെ പോയാലും വീണ്ടും മുകളിലേക്ക് വന്ന് ഒരു പ്രോഗ്രസ് ലെവലിലായിരിക്കും ആ ചാർട്ട് പോകുന്നത്. എന്നാൽ നിങ്ങൾ ആ ഗോളിന് വേണ്ടി എത്ര പണിയെടുത്തിട്ടും നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ആ ഗോളും റോങ് ഗോളാണ്. ഈ ഒരു അനുഭവം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. എന്തായിരുന്നു ആ ഇൻസിഡന്റ് എന്നും കമന്റ് ചെയ്യണം. അവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു ഗോള് മാറ്റി സെറ്റ് ചെയ്ത് നിങ്ങളുടെ വാല്യൂവിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച സമയത്ത് നിങ്ങൾ അച്ചീവ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. 8, യു ആർ ചേസിങ് someone else definition of success. മറ്റൊരാള് സക്സസിന് വേണ്ടി ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതാണ് അയാളുടെ സക്സസ് എന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് തന്നെ എനിക്കും വേണമെന്ന് ചാട്ടിയും പിടിക്കുന്നതും ആക്ച്വലി തെറ്റായ ഒരു ഗോളാണ്. കാരണം നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ഡിസയർ എന്താണ്, നിങ്ങൾക്ക് ഫുൾഫിൽമെന്റ് നൽകുന്ന ഫാക്ടർ എന്താണ്, ഇത് തിരിച്ചറിഞ്ഞാലായിരിക്കും നമുക്ക് നമ്മുടെ സ്വപ്നം എന്താണെന്നും നമ്മുടെ സക്സസ് എന്താണെന്നും ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ സക്സസ് ഡിഫൈൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഗോള് വേണം ലൈഫിൽ സെറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിലായിരിക്കും അത് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആവുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളും നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടു കൂടി പറഞ്ഞതല്ല, മറിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോള് ഈ ഒരു 8 പാരാമീറ്റേഴ്സിൽ നമുക്ക് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു ഗോളാക്കി മാറ്റാനും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് കടക്കാനും കഴിയണം എന്നാഗ്രഹിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു സ്വപ്നത്തെ കൃത്യമായി ഗോളാക്കി മാറ്റുന്ന, അതിനെ ടെസ്റ്റ് ചെയ്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രാപ്തമാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് നന്നായി മുൻപോട്ട് പോകാൻ കഴിയുന്ന 5 ദിവസത്തെ ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നവീൻ ഇൻസ്പയർസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി നവീൻ ഇൻസ്പയർസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിൽ സ്റ്റോർ ഓപ്ഷനിൽ ചെന്നാൽ മാഗ്നറ്റിക് ഗോൾസിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. പർച്ചേസ് ചെയ്യുക. 5 ദിവസത്തെ നിങ്ങളെ മാഗ്നറ്റിക് ആക്കി മാറ്റുന്ന, നിങ്ങളുടെ ഗോളുകളെ മാഗ്നറ്റിക് ആക്കി മാറ്റുന്ന ഈ വർക്ക്ഷോപ്പ് സഹായകരമായി മാറട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് ഈ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ വെരി ബെസ്റ്റ്. NK signing off.